ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ്റെയും അടിപൊളി റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 1.5 ഗ്ലാസ് ബാസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് പാത്രത്തിൽ വെച്ച് നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. കുക്കറിലാണെങ്കിൽ നമുക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ ഇനി ഞാനിത് കഴുകിയിട്ട് കുറച്ച് സമയം വെള്ളം ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ചിക്കൻ കറിയും അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു ഫ്രൈഡ് റൈസും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ആണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു ചിക്കൻ കറിയും അതുപോലെ ഫ്രൈഡ് റൈസും. അപ്പോൾ അരി ഞാനിവിടെ കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രിംഗ് ഓണിയനും ബീൻസും സിംല മിർച്ചിയും ക്യാപ്സിക്കം അഥവാ സിംല മിർച്ചി, ക്യാബേജ്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ക്യാബേജ് മതി. എപ്പോഴും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക പച്ചക്കറികൾ. പിന്നെ ഇവിടെ ഒരു ക്യാപ്സിക്കവും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബീൻസും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അഥവാ സ്പ്രിംഗ് ഓണിയൻ അഥവാ ഉള്ളിത്തണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. ക്യാപ്സിക്കം, ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം. ഒരു ബിരിയാണി പോട്ട് പോലത്തെ ഒരു പാത്രമാണത്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യും 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്ര അരി എടുക്കുന്നോ അതിനനുസരിച്ച് എണ്ണയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കുക. നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ അങ്ങനെയും വഴറ്റിയെടുക്കാം കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒരുപോലെ വേവുള്ള പച്ചക്കറികളാണ്. ബീൻസ് മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതൽ സമയം വേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി വഴറ്റിയെടുത്താൽ കുറച്ചൊന്ന് പച്ചക്ക് കടിച്ചാലും ഫ്രൈഡ് റൈസിൽ ടേസ്റ്റാണ്, നല്ല രസമാണ്. വാടിയാൽ മതിയെല്ലാം പച്ചക്കറികളെല്ലാം. ഹാഫ് ബോയിൽഡ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ആയാൽ മതി. അപ്പോൾ ഇതെല്ലാം നല്ല പോലെ ഇതിൽ കിടന്ന് വാടട്ടെ. ഇതിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ്. ഇത് എവിടെയും നോക്കിയിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ആരും പറഞ്ഞു തന്നതോ ഒന്നുമല്ല. ഞാനൊരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. ഇവിടെ മക്കളും പറഞ്ഞു നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു, നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ. സബ്ജിയൊക്കെ ഇങ്ങനെ പച്ചക്കറികളിങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ചക്കറികളെല്ലാം ഞാൻ നല്ലപോലെ വഴറ്റിയെടുത്തു. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നെയ്യിലേക്ക് നമുക്ക് ഒരു 2 ഏലക്കായയും 2 ഗ്രാമ്പൂവും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ അത് മൂത്തതിന് ശേഷം നമുക്ക് അരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ച അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് വല്ലാതെ ഇളക്കി പൊടിക്കരുത്. അരി ജസ്റ്റ് ആ നെയ്യിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കുക. അരി ഫ്രൈ ചെയ്യണ്ട, അത്രയ്ക്ക് ആകുമ്പോഴത്തേക്കും അരി ചിലപ്പോൾ പൊടിഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി, ചൂടായാൽ മതി. ഇനി ഞാൻ ഈ ഗ്ലാസ്സിനാണ് ഞാൻ ഇവിടെ അരി എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇതേ ഗ്ലാസ്സിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ ആവശ്യത്തിനുള്ള. അപ്പോൾ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടി ഞാനിവിടെ 2.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കാരണം 3 ഗ്ലാസ്സാണ് കണക്ക്. പക്ഷേ ഞാനിവിടെ അത് മൊത്തത്തിൽ 3 ഗ്ലാസ് മൊത്തം ഒഴിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ഒരു 1/4 ഗ്ലാസ് കുറവായിട്ടാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളം തളിച്ച് കൊടുക്കാമല്ലോ. പക്ഷേ അധികമായി പോയാൽ പിന്നെ ഒരു
രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നിങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ അരിയുടെ വേവ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എപ്പോഴും, അല്ലെങ്കിൽ അത് ശരിയാവില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വെക്കണം. പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കണം. നല്ലൊരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ഫ്രൈഡ് റൈസ്. എന്നിട്ട് ഇടയ്ക്ക് തുറന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ആദ്യം ഒരു 5 മിനിറ്റ് ഫുള്ള് ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ സിമ്മിലേക്ക് ആക്കി കൊടുക്കുക. മുകളിൽ ഒരു വെയിറ്റുള്ള പാത്രം വെച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഉള്ളിലുള്ള പച്ച അരിയൊന്നും അങ്ങനെ വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും ചോറ്. ഈ സമയത്ത് നമുക്കൊരു ചെറിയ നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം നല്ലപോലെ വിടർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഉലർന്ന് നിൽക്കണ്ടേ, നല്ല വിടർന്ന് നിൽക്കണമെങ്കിൽ. അപ്പോൾ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. കുറവാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നീട്. അപ്പോൾ ഇതാ നല്ല ചോറിലെ ഇത് കണ്ടില്ലേ, ചോറിലെ വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് വേവായിട്ടെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചാൽ നമുക്കെല്ലാം അതിൻ്റെ കറക്റ്റിൽ കിട്ടും. അല്ല അഥവാ കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കുറഞ്ഞു പോയാൽ നമുക്ക് കുറച്ച് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ വഴറ്റി വെച്ച പച്ചക്കറികളെല്ലാം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാ പച്ചക്കറികളും നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂട്ടിച്ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടോ. ഇനി ഗ്യാസ് നമുക്ക് ഓഫാക്കി വെക്കാം. അപ്പോൾ കഴിക്കാനാകുമ്പോഴേക്കും നമുക്ക് എല്ലാം നല്ലപോലെ ഉലർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം. ഇനി ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയിലേക്ക് വേണ്ടി ഞാനിവിടെ 5 വലിയ സവാള നീളത്തിൽ നുറുക്കിയെടുത്തതാണ് ഇവിടെ കാണുന്നത്. ഇനി അത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തു എണ്ണയിലേക്ക്. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ 2 പച്ചമുളക് നടുകെ കയറിയത് ഇട്ട് കൊടുത്തു. ഒരു കറിവേപ്പിൻ്റെ ഇല, ഇത് നമ്മുടെ സ്വന്തം ഗാർഡനിൽ നിന്ന് പറിച്ച കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അതിനൊരു ടേസ്റ്റ് പ്രത്യേകത തന്നെയല്ലേ. അപ്പോൾ അത് അങ്ങനെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ വഴറ്റിയെടുക്കണം. സവാളയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങ് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാനതിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി അരിഞ്ഞു വെച്ചതാണത്. അപ്പോൾ തക്കാളി ആഡ് ചെയ്തതിന് ശേഷം അത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ തക്കാളി നല്ലപോലെ ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്നും അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. എന്നാൽ ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം തക്കാളിയൊക്കെ ഉള്ളിയൊക്കെ കൂടി നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല 2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലകളൊക്കെ നല്ല ചൂടാവണം. മല്ലിപ്പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചതായിരുന്നു.
അതിലേക്ക് ഇത്തിരി പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ല പോലെ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ നല്ല പോലെ മസാലകളെല്ലാം പുരട്ടി വെച്ചതായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം കുറച്ചിട്ട് കൊടുത്ത് ഗരം മസാല എല്ലാം വളരെ കുറച്ചിട്ട് കൊടുത്ത് കുറച്ചൊന്ന് തിരുമ്മി വെച്ചിട്ട് അത് പിന്നെ കുക്കറിൽ ഒരൊറ്റ വിസിൽ മാത്രമേ പാടുള്ളൂ, അതിൽ കൂടുതലാവരുത്. അപ്പോൾ നമുക്ക് പാകത്തിന് വേവായി കിട്ടും. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഇതിൽ പിടിച്ച് കിട്ടണം കേട്ടോ. നല്ല പോലെ കുറച്ച് സമയം തിളയ്ക്കണം. ഇനിയാണ് ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇവിടെ ചേർക്കാൻ പോകുന്നത്. ഒരു 3 കാഷ്യൂനട്ടും 3 ബദാമും കൂടി ഞാൻ ഇതിലേക്ക് നല്ല പോലെ അരച്ച് ചേർത്തു. പിന്നെ എരിവെല്ലാം നിങ്ങൾ നോക്കുക, മസാലകളെല്ലാം കുറവാണെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ചിക്കൻ മസാലയോ ഒക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അതെല്ലാം വേണ്ട രീതിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറവുണ്ടായപ്പോൾ ഉപ്പും എല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഞാൻ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് വേണ്ട എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇതെല്ലാം കൂടി ആവുമ്പോൾ ഈ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അത് കുറുകിയെല്ലാം വന്ന് നല്ല ടേസ്റ്റി ലുക്ക് വന്നു. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതിന് മുന്നേ ഞാനിങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഞാൻ ഇതിനായിട്ട് വീണ്ടും വെച്ചതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ ടേസ്റ്റിയാണ്, പറയാതിരിക്കാനും വയ്യ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒന്നും കൂടി ലുക്കായി കേട്ടോ. പിന്നെ എന്താ പറയുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ചപ്പാത്തിക്കും ചോറിനും പത്തിരി എന്ന് വേണ്ട എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ ഒന്ന് കേട്ടോ. നല്ല ഹോളിഡേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഹസ്ബൻഡിനും കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ കമൻറ്റ്സ് എല്ലാം എഴുതി അറിയിക്കണം. അതിൻ്റെ ഫീഡ്ബാക്കെല്ലാം നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്കൊരു സാലഡും കൂടി ഉണ്ടാക്കിയിട്ട് റെഡി ആയിട്ട് അവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ. ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.